അച്ചമ്മയെ അവസാന നോക്ക് കാണാനായി എത്തിയ പ്രണവിൻ്റെ കണ്ണുകളിൽ തീരാ നൊമ്പരമായിരുന്നു. ഇതുവരെ പ്രണവിനെ ആരും അങ്ങനെ കണ്ടിട്ടില്ല. പ്രണവ് വിങ്ങിപ്പൊട്ടാൻ തുടങ്ങിയപ്പോൾ തന്നെ മോഹൻലാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് പ്രണവിനെ മാറ്റി നിർത്തി. ആന്റണിയോട് പറഞ്ഞു പ്രണവിനെ മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോകാൻ. അവനെ ഇനി അവിടെ നിർത്തണ്ട, അവനത് കണ്ട് കരയുമെന്നുറപ്പായിരുന്നു മോഹൻലാലിന്. ഇന്നലെ മുതൽ മോഹൻലാൽ എല്ലാം കടിച്ചു പിടിച്ച് നിൽക്കുകയായിരുന്നു. ആരുടെ മുമ്പിലും തനിക്ക് കരയാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം അത്രമേൽ വിഷമങ്ങളെല്ലാം കടിച്ചമർത്ത് ചെയ്യുകയായിരുന്നു. എന്നാൽ അതെല്ലാം പ്രേക്ഷകർക്ക് മനസ്സിലായി എന്ന് വേണം പറയാൻ. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെല്ലാവരും അത് പറയുന്നുമുണ്ട്. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്നവരൊക്കെ തന്നെയും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. കാര്യം എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ശരിക്കും പറഞ്ഞാൽ സ്വന്തം അമ്മയാണ് മരിച്ചത്. അത് എന്തൊക്കെയായാലും വിഷമം ഉണ്ടാക്കും, അത് 100% സത്യമാണ്. എന്നാൽ അച്ചമ്മ എന്ന രീതിയിൽ പ്രണവിനെ ആ അമ്മ ഒരുപാട് സഹായിക്കുകയും ഒരുപാട് സ്നേഹിക്കുകയും ചെയ്തിട്ടുണ്ട്. തൻ്റെ മോഹൻലാലിൻ്റെ തനി പകർപ്പാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരുന്നു ശാന്തകുമാരി അമ്മ ആ ചെറുമകനെ അത്രമാത്രം സ്നേഹിച്ചത്. ശരിക്കും പറഞ്ഞാൽ അത്രമാത്രം എല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നുവെന്ന് പറയണം. ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റിയൊരു വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയൊരു വാർത്തയായി വളരെ വേഗത്തിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാനും പറ്റുന്നുണ്ട്. പ്രേക്ഷകർക്ക് ഇപ്പോൾ വളരെയധികം ഇഷ്ടമാണ് മോഹൻലാലിൻ്റെ കുടുംബകാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ. എന്നാൽ ഇപ്പോൾ ചെറിയ ദുഃഖത്തിലാണ് പ്രേക്ഷകർ. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ മരണം എല്ലാവരെയും ഞെട്ടിച്ചു, എല്ലാവർക്കും വേദന നൽകി. അതിനൊരു കാരണമുണ്ട്, അതായത് മഹാനടൻ്റെ അമ്മയാണ് എന്നത് തന്നെയാണ് അതിനുള്ള കാരണം. മലയാളികൾക്ക് അത്രയും വലിയൊരു മഹാനടനെ സമ്മാനിച്ച അമ്മയാണ്, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അമ്മയാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെല്ലാവരും ഒറ്റ വാക്കിൽ പറയുന്നതും ഇതേ കാര്യം തന്നെയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അമ്മയായിരുന്നു, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടൊരു വ്യക്തി തന്നെയായിരുന്നു, എടുത്തു പറയാൻ പറ്റുന്നൊരു വ്യക്തി തന്നെയാണ് എന്ന് പലരും സോഷ്യൽ മീഡിയയിൽ തന്നെ എടുത്തു പറയുകയാണ്. എപ്പോൾ വീട്ടിൽ വന്നാലും ഭക്ഷണവുമായി ഞങ്ങളുടെ മുന്നിലെത്താറുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ ആരോടും അധികം സംസാരിക്കാതെ വലിയ അനക്കമില്ലാതെ ബെഡിലും വീൽ ചെയറിലുമായി ജീവിതം ബാക്കിയായിരുന്നു. എപ്പോഴും നോക്കാൻ ആളുണ്ട്, തൊട്ടരികിൽ തന്നെ എപ്പോഴും ആളിരിക്കും. ഒന്ന് വയ്യ എന്നറിഞ്ഞാൽ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും മോഹൻലാൽ അപ്പോൾ വീട്ടിലെത്തും. അങ്ങനെ എത്താൻ എളുപ്പത്തിന് വേണ്ടി തന്നെയാണ് എളമക്കരയിലെ വീട്ടിലേക്ക് അമ്മയെ മാറ്റിയത്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു സങ്കടവാർത്ത വല്ലാതെ നമ്മളെ എല്ലാവരെയും ദുഃഖിപ്പിച്ചു. ശരിക്കും പറഞ്ഞാൽ ശ്രീനിവാസൻ്റെ മരണവാർത്തയിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റ് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതിനിടയിൽ തന്നെയാണ് ഇപ്പോഴിതാ ഈ വാർത്ത കൂടി എല്ലാവരുടെ നെഞ്ചിലും എത്തുന്നത്. മോഹൻലാലിൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് മോഹൻലാലിൻ്റെ കവിളിൽ ചുടുചുംബനങ്ങൾ നൽകുന്ന അമ്മയുടെ ചിത്രങ്ങൾ തന്നെയാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ദുഃഖമായി മാറുന്നത്. പ്രേക്ഷകർക്കൊക്കെ തന്നെ വളരെയധികം തന്നെ സങ്കടമായി അത് മാറാനുള്ള കാരണവും അതുതന്നെയാണ് എന്ന് പറയാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.